ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വാക്സ് മ്യൂസിയമാണ്. തിരുവനന്തപുരത്തുള്ള സുനിൽ വാക്സ് മ്യൂസിയം. ഇതുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സൗത്ത് ഗേറ്റിന് അടുത്താണ്. ഈ സുനിൽ വാക്സ് മ്യൂസിയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സുനിൽ കണ്ടല്ലൂർ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ ഒരു വാക്സ് പ്രതിമ നിർമ്മാതാക്കൾ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കേരളത്തിലും പൂനെയിലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു വാക്സ് മ്യൂസിയങ്ങളുണ്ട്. അതിൽ കേരളത്തിലുള്ളത് തിരുവനന്തപുരത്താണ്, നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ്. ഇവിടെ ഏകദേശം 38ഓളം പ്രതിമകൾ, മെഴുക് പ്രതിമകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരുപാട് വൈവിധ്യങ്ങളുള്ള, ഒരുപാട് ജീവൻ തുടിക്കുന്ന പ്രതിമകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് എന്തായാലും നേരെ പോയിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ, ഏതൊക്കെ പ്രതിമകളാണുള്ളത് എന്നുള്ള പ്രത്യേകത നോക്കാം. നമ്മൾ ഈ സുനിൽ വാക്സ് മ്യൂസിയത്തിൽ ആദ്യം വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഈ മെഴുക് പ്രതിമയാണ്. അദ്ദേഹം ഇരിക്കുന്ന സിറ്റിംഗ് തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രതിമയാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം കണ്ണടയൊക്കെ കാണുന്നുണ്ട്. അപ്പം നല്ല രസമുള്ളൊരു മെഴുക് പ്രതിമയാണ് മഹാത്മാഗാന്ധിയുടെ തുടക്കം തന്നെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ രണ്ടാമത് വരുമ്പോൾ നമുക്കിവിടെ അണ്ണാ ഹസാരെ കാണാൻ സാധിക്കും. ഈ പ്രതിമയ്ക്ക്, ഈ മെഴുക് പ്രതിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ട് ആണ് ഈ പ്രതിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇത് അനാച്ഛാദനം ചെയ്തതും അദ്ദേഹം തന്നെയാണ്. ഇനി നമ്മൾ ഈ മൂന്നാമതായിട്ട് കാണുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. അദ്ദേഹം ഇരിക്കുന്ന തരത്തിലുള്ളൊരു മെഴുക് പ്രതിമയാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ജീവൻ തുടിക്കുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെയാണ്. അദ്ദേഹം നിൽക്കുന്ന തരത്തിൽ ബാക്കിൽ കൈയൊക്കെ കെട്ടി നിൽക്കുന്ന ഒരു തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലൊരു റോസാപ്പൂ ഉണ്ടാകും. ആ റോസാപ്പൂ അടക്കം അതേപോലെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നത് പാരഫിൻ വാക്സും സിലിക്കണും ഉപയോഗിച്ചിട്ടാണ്. അത് മാത്രമല്ല, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തലമുടിയൊക്കെ ഒറിജിനൽ ആണ്. അതേപോലെ തലമുടി മാത്രമല്ല, പിരുകവും ഒക്കെ ഒറിജിനൽ ഹെയർ ആണ് എന്നുള്ളതാണ്. ഈ ഇവിടെയുള്ള എല്ലാ മെഴുക് പ്രതിമകളുടെയും കണ്ണുകൾക്ക് ജീവനുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, അക്രിലിക് ഗ്ലാസ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ കണ്ണുകൾ, എല്ലാ പ്രതിമകളുടെയും കണ്ണുകൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രതിമകൾക്കും ജീവനുണ്ട് എന്ന് നമുക്ക് കറക്റ്റ് തോന്നാനുള്ള കാരണം. തൊട്ടടുത്ത റൂമിലേക്ക് പോകാം. അവിടെ ആരൊക്കെയുള്ളത് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യരെയാണ്. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയൊക്കെ അടുത്ത് വെച്ചിട്ട് മേശപ്പുറത്ത് ഇരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ മേശ അദ്ദേഹത്തിന്റെ, ഈ ടേബിൾ അദ്ദേഹത്തിന്റെ സ്വന്തം ടേബിളാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. BR അംബേദ്കറിന്റെ ഒരു ഇതാണ്. അദ്ദേഹം ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ട് കൈ ചൂണ്ടി നിൽക്കുന്ന തരത്തിലുള്ളൊരു രൂപമാണ് ചെയ്തിട്ടുള്ളത്. ആ കണ്ണാടി മുഖമൊക്കെ കാണുമ്പോൾ കറക്റ്റ് ഒരു ലൈഫ് കൃത്യമായിട്ട് കിട്ടുന്ന തരത്തിലുള്ളൊരു രൂപമാണ് ചെയ്തിട്ടുള്ളത്. ക്രിക്കറ്റിന്റെ ദൈവം എന്നറിയപ്പെടുന്ന സച്ചിന്റെ പ്രതിമയാണ്. അദ്ദേഹം ഒരു മൈക്കൊക്കെ കയ്യിൽ പിടിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇരിക്കുന്ന തരത്തിലുള്ളൊരു രൂപമാണ്. അടുത്തത് നമ്മുടെ ഡിയാഗോ മറഡോണയാണ്. ഫുട്ബോളിന്റെ എക്കാലത്തെയും മഹാരഥന്മാരിൽ ഒരാൾ. അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ തുടിക്കുന്ന നല്ലൊരു പ്രതിമയാണ് ഇവിടെ ഉള്ളത്. മലയാളത്തിന്റെ ചിരി മാഞ്ഞിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. നമ്മുടെ ഇന്നസെന്റ് സാറിന്റെ രൂപമാണ്. ഈ മെഴുക് പ്രതിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് അനാച്ഛാദനം ചെയ്തതും ഇന്നസെന്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഴുവൻ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെയാണ്. ആദ്യം തന്നെ നമ്മുടെ ജയൻ സാറാണ്. ജയൻ സാർ അദ്ദേഹത്തിന്റെ നമുക്കെപ്പോഴും എല്ലാവർക്കും പരിചയമുള്ള സ്ഥിരം ഈ ആക്ഷനൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ളൊരു രൂപമാണ്. അടുത്തത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ സ്റ്റാർ നമ്മുടെ ലാലേട്ടൻ. ഒരു നാട്ടുരാജാവ് സ്റ്റൈലൊക്കെ ഇങ്ങനെ കാലൊക്കെ കയറ്റി ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പൊതുവെയുള്ളൊരു സ്റ്റൈല്, ആ ഇരുത്തം ഉള്ള അതേപോലെ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്, ആടുതോമയിലെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അദ്ദേഹം ഇരിക്കുന്ന നല്ലൊരു രൂപമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പോക്കി രാജയാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക. അടുത്ത റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ അധികായന്മാരുടെ ഒരു റൂമാണ്. നമുക്ക് ആദ്യം തന്നെ VS അച്യുതാനന്ദൻ സാറിനെ കാണാം. അദ്ദേഹം ഇരിക്കുന്ന തരത്തിലുള്ള ഒരു രൂപമാണ്. ഇതിന്റെ പ്രത്യേകത 2006-2007 അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ മെഷർമെന്റ് എടുത്ത് ചെയ്തിട്ടുള്ളൊരു രൂപമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു എപ്പോഴും മുഖത്തുള്ള ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
അടുത്തത് മറ്റാരുമല്ല, നമ്മുടെ കോടിയേരി സഖാവാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായി ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഒരു ജീവൻ തുടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു രൂപമാണെന്ന് പറയാം. കറക്റ്റ് നമ്മുടെ കോടിയേരി സഖാവ് മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരി അടക്കം അതേപോലെ പകർത്തിയിട്ടുണ്ട്. അതിന് പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ വസ്ത്രമാണിത്, അദ്ദേഹം ധരിച്ചിരുന്ന ഷൂ ആണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വസ്ത്രങ്ങളാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടേബിളിൻ്റെ തൊട്ടടുത്തിരുന്ന് ഫയൽ ഒപ്പിടുന്ന രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രതിമയാണ്. ഈ പ്രതിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തതും നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്, നരേന്ദ്രമോദി തന്നെയാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ മെഷർമെൻ്റ് എടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രതിമ തയ്യാറാക്കിയത്. 38 പ്രതിമകളാണ് ഇവിടെ ആകെയുള്ളത്. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമാണ് എന്ന് തന്നെ പറയാം. ഇനിയും ഒരുപാട് പ്രതിമകൾ അണിയറയിലുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതിമയൊക്കെ ഒരുങ്ങുന്നുണ്ട് എന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പം അറിയാൻ സാധിച്ചത്. എന്തായാലും തിരുവനന്തപുരത്ത് വരുന്ന ആളുകൾ ഈ സ്ഥലം, ഈ സുനിൽ വാക്സ് മ്യൂസിയം സന്ദർശിക്കാതെ പോകരുത്. കാരണം നമ്മുടെ നേതാക്കന്മാരുടെ, നമ്മുടെ പ്രിയപ്പെട്ട കായിക താരങ്ങളുടെ, നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളെ ഒക്കെ ജീവൻ തുടിക്കുന്ന പ്രതിമകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ സാധിക്കും. എന്തായാലും തിരുവനന്തപുരത്ത് വരുന്നവർ എന്തായാലും ഇവിടെ ഒന്ന് സന്ദർശിച്ചിട്ട് പോവാം.